എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊന്നല്ല ഞാൻ വീഡിയോ ഇട്ടത്. ഇനി ഋതപ്പനെ കാണാൻ കഴിയുമോ എന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പേടിച്ചാണ് ഒന്നും പറയാതെ ഇരുന്നത്. എന്തായാലും നോക്കാം. എല്ലാവരുടെയും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കിച്ചു കഴിഞ്ഞ ദിവസം ലൈവിന്റെ കൂടെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കമന്റ് ആണ്. പെണ്ണ് കേസിൽ കൊടുക്കുമോ എന്നാണ് എനിക്കിപ്പോ പേടി എന്നുള്ളതാണ്. എല്ലാവരെയും ഭയമാണ്. ഋതപ്പനെ ഇനി കാണാൻ കഴിയില്ല എന്ന ഭയം തന്നെയാണ് എന്നെ കൊണ്ട് ഇത്രയും നാള് ഇത് പറയിപ്പിക്കാതെ മനസ്സിനകത്ത് അടക്കി വെക്കേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. മുടി വെട്ടിയ ഒരു ചേച്ചി, അതേപോലെ തന്നെ പെൺവേഷം കെട്ടി നടക്കുന്ന ഒരു ചേട്ടായി, ഇവരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അതേപോലെ സജീന വ്ളോഗ്സ്, കുറെ ആളുകളെ ഇറക്കിയിട്ടുണ്ട് രേണു കേട്ടോ. ഇവരൊക്കെ വന്ന് പറയുന്നത് ഈ കിച്ചുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏതോ ഒരു 10-60 വയസ്സുള്ള ഒരു പൊന്ന അമ്മച്ചി, ഈ അമ്മച്ചി ഈ കൊല്ലം സുധിയെയും കിച്ചുവിനെ എന്തൊക്കെയോ ഊളത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യമൊക്കെ രണസൂന അങ്ങ് ഷെയർ ചെയ്യുന്നടാ. കൊള്ളാല്ലേ? എന്തായാലും കിച്ചുവിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം. വേറൊന്നും പറയാനായിട്ട് വന്നതല്ല. എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഓക്കെയാണ്. വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിരന്തരമായിട്ട് ആളുകൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പല ആളുകളും എന്നോട് തന്നെ കമന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ മെസ്സേജ് അയച്ചിട്ട് കിച്ചുവിനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ കിച്ചുവിന് നേരിട്ട് എത്രത്തോളം മെസ്സേജ് വരുന്നുണ്ടാവും. അപ്പൊ ഷെഫീന ബീവിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പല ആളുകളും ഷെഫീന ബീവി പറയിപ്പിച്ചതാണെന്ന രീതിയിലൊക്കെ പല ആളുകളും പറയുന്നത്. അതേപോലെ തന്നെ രണസുനയെ ആ ഒരു സംശയത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ പയ്യൻ തന്നെ കൃത്യമായി തുറന്നു പറയുന്നുണ്ട്. അത് മുഴുവൻ ഒന്ന് കാണാം. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് വന്ന് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം തീർച്ചയായിട്ടും അത് കണ്ട എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ളതാണ്. മനുഷ്യത്വമുള്ള ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. കിച്ചുവിന് അത്രത്തോളം പണമെല്ലാം തന്ന് ഭയങ്കരമായിട്ട് ലാളിക്കുന്ന ഒരാളാണ് രേണുസുതി എന്ന രീതിയിലൊക്കെയാണ് പല ആളുകളും കമന്റ് ഇടുന്നത്. പല ആളുകളും വീഡിയോ പോലും ചെയ്തത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് മനഃപൂർവ്വമാണെന്നുള്ളതാണ്. അതായത് കിച്ചുവും രേണുവും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. ആ വീഡിയോ കണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ പയ്യൻ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ആദ്യം അമ്മ പോയത്, രണ്ടാമത്തെ അമ്മ പോയത്, മൂന്നാമത്തെ അമ്മ ഇമ്മാതിരി ഉളത്തരം കാണിച്ചൊക്കെ. പിന്നെ കിച്ചുവിനെ ജീവിതകാലം മുഴുവൻ സമ്പത്ത് കൊടുത്ത് വളർത്തണമെന്നൊന്നും ഒരു മനുഷ്യനും പറയുന്നില്ല, കിച്ചുവും പറയുന്നില്ല. എനിക്കിങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നോട് ആർക്കും സ്നേഹമില്ല. എല്ലാവരും ഒരു വാടാ പോടാ ബന്ധം മാത്രമേ ഉള്ളൂ. അതാണ് ആ പയ്യൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇടയിൽ സംസാരിക്കുന്നില്ല, മുഴുവനായിട്ട് നമുക്കൊന്ന് കാണാം. പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കാൻ തന്നെ പോവും. പറയണമെന്നുണ്ട്. ഇപ്പം എന്നെപ്പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വരെ വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അത്രേ ഉള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടുകാരോടൊപ്പം നിൽക്കുക. ഞാനൊരു വലിയ റെസ്പോൺസ് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം. ഇങ്ങനെ അമ്മേനെ മാത്രം ഫോക്കസ് ചെയ്യല്ല, എൻ്റെ മൊത്തം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് എല്ലാവരുടെ മെസ്സേജസ് ആണെങ്കിലും എനിക്ക് വരുന്ന കോളാണെങ്കിലും എല്ലാവരും പറയുന്ന കാര്യം ഞാൻ പറഞ്ഞൊരു സംഭവം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പൊ ഓരോരോ ന്യൂസുകളൊക്കെ ഇനി വരാം. പറ്റിയ വരാമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് പോവാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. കിച്ചു ഒന്നുകൊണ്ട് പേടിക്കണ്ട. അത്രമാത്രം ജനങ്ങള് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കേസിൽ കൊടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുറെ ആളുകൾ ഇവൻ ലഹരിക്ക് അടിമയാണ്, ആ ലഹരി ഇങ്ങനെ പുകച്ചു വിടുന്ന റൂമിലെ രേണുസുതി അങ്ങനെ കയറി ചെല്ലും എന്ന രീതിയിലൊക്കെയാണ് വീട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നേരിട്ട് കണ്ടതുപോലെയാണ്. ഇവൻ എന്ത് ലഹരിയാ ഉപയോഗിച്ചിരുന്നെന്ന് പോലും അറിയില്ല. ഇവൻ ചിലപ്പോ വല്ല കാജാ വീഡിയോ വലിച്ചിട്ടുണ്ടാവും, ചിലപ്പോ എന്തെങ്കിലും ഈ വേടം വലിച്ച് സാധനം വലിച്ചിട്ടുണ്ടാവും എന്ന് കൂട്ടുക. ഈ ഒരു സാധനത്തിന് റൂം പുകയ്ക്കാണ് ഇട്ടിട്ട് എന്നൊക്കെ പറയുമ്പോ അപ്പൊ രേണുസുതി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ രേണുസുതി അയച്ചു കൊടുത്തിട്ടാവും അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതിനിടയിൽ രേണുസുതി തന്നെ കുറെ കാര്യങ്ങൾ മറ്റു വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടയ്ക്ക് ഒരു മിനിറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഷെഫീന ബീവി അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷെഫീന ബീവിനൊക്കെ മാറ്റിവെക്ക് നിങ്ങൾ. ഈ പയ്യന്റെ അവസ്ഥയെ കുറിച്ചിട്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്.
നിങ്ങൾ അവന് സാമ്പത്തികമായി സഹായം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്ക് എന്തിനാ കൊടുക്കുന്നത്, ഈ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്? അതൊക്കെ ഊളത്തരല്ലേ? ആ ചെക്കൻ ഒരു തരത്തിലുള്ള ഒരു വൃത്തികേടും പറഞ്ഞിട്ടില്ല, തന്നെ നോക്കിയില്ല. രേണുവിന് വേണമെങ്കിൽ പറയായിരുന്നല്ലോ, കല്യാണം കഴിച്ചു, എന്റെ ഭർത്താവിനെ കിട്ടി, ആ ഭർത്താവുമായിട്ടുള്ള മധുവിധുവിൽ ആഘോഷത്തിനിടയിൽ കിച്ചു ഒരു ബാധ്യതയായിരുന്നു. പിന്നെ കിച്ചുവിനെ നോക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല. കിച്ചുവിനെ ഇപ്പൊ നോക്കി പറഞ്ഞ പണം കൊണ്ടുള്ള നോട്ടാണെന്നാ പറയുന്നത്. കിച്ചുവിനെ ആ വീട്ടിൽ തന്നെ ആ മുറിക്കകത്ത് അടയ്ക്കപ്പെട്ടു എന്ന് അവൻ പറയുന്നുണ്ട്. അച്ഛൻ വല്ലപ്പോഴും ഫുഡുമായിട്ട് അകത്ത് വരുന്നത് മാത്രമാണ് അവൻ കാണുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ കൊല്ലസുധിയുടെ മകനാണ് കിച്ചു അല്ലെ? കിച്ചു ആരുടെ കൂടെ പിന്നെ നിൽക്കുക? രേണുസുധി കല്യാണം കഴിച്ചു കൊണ്ടുപോയി എന്ന് കരുതിക്കൊണ്ട് കിച്ചു എവിടെ പോയി നിൽക്കും? വാടക വീട്ടിലോ, ഒറ്റയ്ക്കോ? അപ്പൊ ഒരുപാട് ആളുകൾ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. ആ ചെക്ക അത്രമാത്രം വിഷമിച്ചിട്ടുണ്ടോ? നമുക്കൊന്നും ഈ അനുഭവം ഉണ്ടാവാത്തതുകൊണ്ടാണ് നമുക്കിതൊന്നൊരു വിഷയമല്ലാത്തത്. മറ്റുള്ള ആളുകളുടെ ജീവിതമല്ലേ, നമുക്കത് വെറും വെറും ഒരു കഥ. വേണമെങ്കിൽ കണ്ടാൽ മതി, വേണമെങ്കിൽ കാണാതിരുന്നാൽ മതി, വേണമെങ്കിൽ 4 തെറി വിളിക്കാം. ഇങ്ങനെയൊക്കെയാണ് ചില ആളുകൾ ചിന്തിക്കുന്നത്. സ്വന്തം ലൈഫിൽ അത് വരുമ്പോൾ മനസ്സിലാവും എന്നുള്ളതാണ്. കൊല്ലസുതി കാരണം തന്നെയാണ് ഒന്നാമത്തെ ഭാര്യ പോയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പല ഡാറ്റകളും കിട്ടി തുടങ്ങി. രണ്ടാമത്തെ ഭാര്യയും പോകാനുള്ള കാരണം അതും കൊല്ലസുതിയാണ് എന്നുള്ളതാണ്. പക്ഷെ ആ കൊല്ലസുതിയുടെ ലൈഫിലേക്ക് ആ സമയത്ത് രണസുന കയറി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് പോയത് എന്നുള്ളത് ആ സ്ത്രീ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കണ്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒന്നും കുത്തിപ്പോക്കുന്നില്ല, ഇനി അവരെ നീ വലിച്ചിഴക്കേണ്ട വെച്ചിട്ടാണ്. പോട്ടെ, ഒക്കെ കഴിഞ്ഞു. കൊല്ലസുതിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പോട്ടെ. പക്ഷെ ഈ പയ്യൻ അതിന്റെ ഇടയിലൊക്കെ ചക്രശ്വാസം വലിച്ച് മുന്നോട്ട് പോയി. അതിനിടയിൽ ഇത്തിരി സ്നേഹം കിട്ടുമെന്ന് കരുതി അവിടുന്ന് ഒരു തേങ്ങാക്കൊലിയും കിട്ടിയില്ല. ഇപ്പൊ കുറെ ആളുകൾ കഞ്ചാവോളിയാണ് ഇവനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ അനാവശ്യമായി ചെക്കന്റെ ലൈഫ് ഇല്ലാണ്ടാക്കുന്നത്. ഇവൻ എവിടെയെങ്കിലും വല്ല പേക്കൂത്തും കാണിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഇല്ലാത്ത കഴിവ് എവിടെയെങ്കിലും പ്രൊജക്ട് ചെയ്യുന്നവ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ല. അവിടെ രണസുൻ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ്. ഇനി കുറച്ച് ചാച്ചിമാർക്കുള്ള മറുപടിയും കൂടി കൊടുക്കാനുണ്ട്. രേണു കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. 18 എന്തോ സംതിങ് അത്രയും പ്രായമുള്ളപ്പോഴാണെന്ന് തോന്നുന്നു സൂചിച്ചേട്ടൻ മരിക്കുന്നത്. അവൻ അറിവായ കൊച്ചല്ലേ? ആ സമയം മുതൽ ഇപ്പൊ അവന് 10, 22, 23 വയസ്സ് കാണുമല്ലോ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പൊ ഈ ഇത്രയും പ്രായം ഇപ്പോഴാണ് അവന് തോന്നിയത് അവൻ ട്രോമയിലായിരുന്നു, അങ്ങനെയായിരുന്നു, ഈ അമ്മ വന്നോണ്ട് ഇങ്ങനെയായി, അങ്ങനെയായി, ആ അമ്മ വന്നോണ്ട് ഇങ്ങനെയായി, അങ്ങനെയായി, ഇപ്പോഴാണോ തോന്നിയത്? അവനും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സമൂഹത്തിലോട്ട് അവന്റെ 3 അനമ്മയാണ്. എല്ലാരും നമ്മൾ കേട്ടിട്ടുള്ള എല്ലായിടത്തും 2 അനമ്മ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റേത് ചെയ്തു. ഇത് അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ ചെയ്തില്ലല്ലേ? ആ വീഡിയോ കാണാതെ കിടന്നു കൊണക്കല്ല എന്റെ പൊന്നു ചാച്ചി. നിങ്ങളൊക്കെ രേണുവിനെ സപ്പോർട്ടായിരുന്നില്ല, എതിർത്ത് സംസാരിച്ചിരുന്ന വീഡിയോ കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ നാണം കെടും ചേച്ചി. രേണുവിനെ വളരെ മോശപ്പെട്ട രീതി ചിത്രീകരിച്ചിരുന്ന ആളുകളിൽപ്പെട്ട ആളുകളാണ് ഇതൊക്കെ. ഒരു ഡയലോഗ് അടിക്കുന്നത്. ഞങ്ങളൊന്നും സ്റ്റാൻഡ് വിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഒരൊറ്റ കാര്യം, അന്ന് ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് അക്ബർ ഖാൻ കക്കൂസ് ആ ഒരു സാധനം വിളിച്ചില്ലേ, ആ ഒരു സംഭവത്തിൽ മാത്രമാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള വിഷയത്തിൽ ഒരുപാട് ആളുകൾ വെറുപ്പ് തന്നെയാണ് ഇപ്പോഴും. അത് മനസ്സിലാക്കണം. പിന്നെ അവൻ ഇപ്പോഴാണോ തോന്നിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു നിസാരമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. പല ആളുകളും കുറെ കാലങ്ങൾക്ക് ശേഷം എന്നെ ഇവൻ പീഡിപ്പിച്ചു എന്നിട്ട് കേസ് കൊടുക്കാറില്ലേ? അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതെന്താ അത്രയും നാളായിട്ടും പറയാഞ്ഞേ, കോടതി ചോദിക്കണ പോലെ നമ്മളും ചോദിക്കാറുണ്ട്. അതങ്ങനെയല്ല. അവരുടെ മെന്റൽ ട്രോമ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. ഒരു മനസ്സിനകത്തിന് വെച്ച് ഇപ്പോഴാ പറഞ്ഞേ. അതിനൊരു കുഴപ്പമില്ല അല്ലെ? പയ്യൻ പറയുന്നുണ്ട്, ഋതപ്പനെ ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയാകുമോ എന്ന ഭയം കൊണ്ടാണ് മിണ്ടാതിരുന്നത്. ഓക്കെ, ഇത്രയും നാള് മിണ്ടാതിരുന്നത് അതുകൊണ്ടാണെന്നുള്ളതാണ്. ഇപ്പൊ കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് ഫണ്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അഹങ്കാരം വന്നാന്നൊക്കെ പറയുന്നത്. ഒന്ന് പോടാപ്പ. പിന്നെ ഈ ചാച്ചിനോടൊന്നും പോയിട്ട് അഭിപ്രായം ചോദിക്കരുത്. ഒരു നിലപാടില്ലാത്ത ടീംസ് ആണ് ഇതൊക്കെ. ഇതിനോടൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത്. പൊന്നെ. ഇനി രേണുസുതി കിച്ചുവിനെ കുറിച്ച് കുറെ മുൻപ് പറഞ്ഞ വീഡിയോ ആണ്, ഒന്ന് കാണണം കേട്ടോ നിങ്ങൾ. ഇതൊക്കെ മാറ്റി പറയുന്നത് കൊണ്ടാട്ടോ കുത്തിപ്പോക്കുന്നത്. കാണാം. കിച്ചുവും രേണുവും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. അവര് ഉടക്കിലാണ് കാര്യങ്ങൾ. അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താണ്? ഒരു ഉടക്കമില്ല. പിന്നെ ഒരു സാധാരണ അമ്മയും മക്കളുമാണെങ്കിൽ സൗന്ദര്യ പിണക്കമെങ്കിലും ഉണ്ടാവും, ഇല്ലയോ? നിങ്ങളൊക്കെ നമ്മൾക്ക് എന്റെ അമ്മയോട് ഞാൻ ഇടയ്ക്കൊക്കെ പിണങ്ങിയിരിക്കും. ഞങ്ങള് തമ്മിൽ സൗന്ദര്യ പിണക്കം പോലും ഇല്ല. പിന്നെ എവിടെയാ പിണക്കം? എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ സൗന്ദര്യ പിണക്കം പോലും ഇല്ല, പിന്നെ എന്ത് പിണക്കാന്നാ പറഞ്ഞത്? ചെക്കനും പറഞ്ഞത് കറക്റ്റ് തന്നെയല്ലേ? ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് കോണ്ടാക്ട് പോലും ഇല്ല, വല്ലപ്പോഴും വിളിക്കും, ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പോലും അവൻ ഒറ്റപ്പെട്ട് വന്നിരുന്നത്. ഒരു മെന്റലി ഒരു കണക്ഷനും ഇല്ല. ആ ഒരാള് തമ്മിൽ എങ്ങനെ പിണങ്ങാനാ? സത്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ ഇടയിൽ നമ്മുടെ പൊന്നെ ഒരു മണകുണാഞ്ചം വന്നിട്ടുള്ള പ്രഹസനം നിങ്ങൾ കാണണം. രേണുവിനെ സപ്പോർട്ട് ചെയ്ത അത്ര രേണു തന്നെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. എന്തിനാ ഈ കമന്റിലൂടൊക്കെ വന്നിങ്ങനെ തെറി പറഞ്ഞെന്തിനാ? ആരെങ്കിലും എങ്ങനെയാണ് ജീവിച്ചു പോട്ടെ, ആവശ്യമില്ലാണ്ട്. ആ കൊച്ചു എന്നെ ചെയ്തിട്ട് ആ കൊച്ചിനെ വന്നിട്ട് ഒരുപാട് കമന്റും കാര്യങ്ങളും പറഞ്ഞു. നമ്മുടെയൊക്കെ ഒരു കൂടപ്പുറപ്പിനെ പോലെ രേണുസുതിനെ കാണുന്നത്. അതിന്റെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് കുറെ തെറിയും കാര്യം.
ഇവർക്കൊന്നും അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ വന്നിങ്ങനെ തെറി പറയാൻ ഇല്ലേ? ചേട്ടാ ഇത് സീരിയസ് ആയിട്ടാണ് കാണിച്ചു വെച്ചാ ഭയങ്കര കോമഡി ആയിട്ടുണ്ട് കേട്ടോ. രേണുവാണ് ഷെയർ ചെയ്തിട്ട് ഇത് പുറത്ത് കിട്ടുന്നത്. എന്തായാലും കൊള്ളാം, നല്ല രസകരമായിട്ടുള്ള അഭിനയിക്കാൻ ഒരു അവസ്ഥ ഇല്ല. എങ്ങനെയെങ്കിലും വൈറലാവട്ടെ വെച്ചിട്ടാവൂലേ. ചേട്ടാ കൊള്ളാം, ചേട്ടായി കൊള്ളാം. ആരുടെ വീഡിയോ ആണ് രേണുസുതി ഷെയർ ചെയ്ത് നോക്കണം കേട്ടോ. ഇമാതിരി കൂതറടൊക്കെ എടുക്കുന്നത്. ഇവന്റെ കുറെ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കുറെ വളി വീഡിയോസ്. ഇന്റെ പൊന്നെ, അത് കാണിക്കാതിരിക്കാൻ നല്ലത്. ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല. ചെച്ച് ഇനി രേണു ഇടക്കിടക്ക് ഇടുന്ന ലൈവിന്റെ ഓരോരോ എക്സ്പ്ലനേഷൻ ആണ്, ഒന്ന് കാണാം. ഞാനൊരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ ഓർക്കും ഇതെന്താ എല്ലാ സോഷ്യൽ മീഡിയയിൽ പ്രശ്നം, കുടുംബ പ്രശ്നം തീർക്കാനാണ് സോഷ്യൽ മീഡിയ. ഞാനായിട്ടൊന്നും തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പ്രശ്നം ഞാൻ തുടങ്ങി വെച്ചിട്ടുമില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം, സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം മക്കൾക്ക് കൊടുത്ത് എന്താണ് ഇങ്ങനെ പറയുന്നത്, 500 രൂപയെ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവരുടെ ഇത് ഞാൻ തുടങ്ങി വെച്ചതല്ല. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് ഷഫീന ബീവി എന്ന് പറയുന്ന തീർത്താത്ത പറഞ്ഞതിൻ്റെ ഉത്തരമാണ്. പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കത് കാണിക്കേണ്ട അവസ്ഥ വന്നത്. അതുപോലെ എൻ്റെ അപ്പൻ സുധിച്ചേട്ടൻ മരിക്കുമ്പം സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ഓപ്പറേഷൻ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു അദ്ദേഹം, മനസ്സിലായല്ലോ. അതുപോലെ ട്യൂബ് ഇട്ട് യൂറിൻ പോലും പോകാതെ ബ്ലഡ് വന്നുകൊണ്ട് അദ്ദേഹം ട്യൂബ് ഇട്ട് കിടന്ന അവസ്ഥയിലായിരുന്നു. സുധിച്ചേട്ടൻ്റെ മരണ ദിവസം പുള്ളി സുധിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി പോലും കാണാനുള്ള ഇത് വന്നില്ല. അതുപോലെ തല കറങ്ങി അദ്ദേഹത്തിന് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അതുപോലെ പുള്ളിക്ക് സീരിയസ് ആയിട്ട് കിടന്ന സമയത്തായിരുന്നു സുധിച്ചേട്ടൻ്റെ മരണം. അല്ലാതെ പപ്പ ഈ പൈസ ഒന്നും അടിച്ചു മാറ്റാനൊന്നും നോക്കിയിട്ടില്ല. സ്ഥിരം പരിപാടിയാണ് എനിക്ക്. ഇടയിൽ അറിയാതെ കയറി വന്നാട്ടെ സലീം കുമാർ. സ്ഥിരം പരിപാടിയാണ് ഇതെന്നുള്ളത്. പിന്നെ എന്തിനാണ് കിച്ചു ശ്മശാനത്തിൽ നിന്നും ഏകദേശം 1,80,000 രൂപയുടെ ബില്ല് പപ്പ കയ്യിൽ കൊണ്ടുവന്നു? ഇയാളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആ വാഹനത്തിൽ കയറിപ്പോയതും 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയാലൊന്നും ഇല്ലാന്ന് നമുക്ക് കൂട്ടാം. പക്ഷെ 1,80,000 രൂപയുടെ ബില്ല് ചെക്കന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തത് ഈ പപ്പ എന്ന് പറഞ്ഞ മനുഷ്യൻ. ആരാണ് ഈ പപ്പ? ചോദിക്കട്ടെ. പിന്നെ വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് അത്ര പയ്യന് കൊടുത്ത ഫണ്ടിന്റെ ലിസ്റ്റ് മറ്റുള്ള ആളുകൾ ഇട്ട് കൊടുക്കുന്നത്. അടിപൊളി. എടി തീർത്താത്തെ, നീ ഒരു ഫോട്ടോ ഇട്ടിട്ട് കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ എന്ന്. നീ ആരുടെ കൂടെ ഫോട്ടോ ഇട്ടിട്ട് കുരു, ആർക്കെന്ത് കുരു പൊട്ടാനാ? നീ കുറേ കുറ്റം പറഞ്ഞോണ്ട് നടന്നതല്ലേ? എന്നിട്ട് നീ പോയി ഫോട്ടോ എടുത്തു. ഇത് ആർക്ക് കുരു പൊട്ടാനാ? എനിക്കോ? എനിക്ക് കോപ്പ് പൊട്ടും കുരു. എടി നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാലും രേണുസുതിന്റെ കുരു പൊട്ടാനില്ല. യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. കിച്ചുവിന്റെ ആ വിഷയം ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആര് കമന്റ് ഇട്ടാലും ആര് തെറി പറഞ്ഞാലും ഒന്നൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആള് പിന്നെ അത് കുത്തിപ്പൊക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ അർത്ഥമൊന്നുമില്ല. ഇത് തന്നെയാണെന്നുള്ളതാണ്. അപ്പൊ ഒന്നേ പറയാനുള്ളൂ, ചെക്കൻ വന്ന് പറഞ്ഞിട്ടുണ്ട് ചെക്കനെ ഇനി വല്ല കള്ളക്കേസിലും കൊടുക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. ഋതപ്പനെ ഇനി കാണാൻ കഴിയില്ല എന്നുള്ള ഭയം കൊണ്ടാണ് ഇത്രയും നാൾ മിണ്ടാതിരുന്നത്. പറയാതിരിക്കാൻ കഴിയാത്ത കൊണ്ട് തുറന്നു പറഞ്ഞതാണെന്നുള്ളത്. ഇനി നിങ്ങളെല്ലാവരും ആ പയ്യനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ല രീതിയിൽ ആ ചെക്കൻ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് കൊടുത്തേ വെക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോ ഒരു മെന്റൽ ട്രോമ, ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാ ചെക്കനെ വേട്ടയാടി കഴിഞ്ഞാൽ ലൈഫ് ഇല്ലാണ്ടാവും. ഈ രേണുസുതി ഇങ്ങനെയുള്ള ഓരോ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പൈസ കൊടുത്ത കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ആളുകൾ ഈ ചെക്കനെ കുറ്റം പറയുന്നത് കഞ്ചാവോളിയാണെന്ന രീതിയിലുള്ളൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത് അതൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ ചെക്കന്റെ ലൈഫിനെ വലിയ ബാധിക്കും. അവന് കൊടുക്കേണ്ടത് ഒരു ധൈര്യമാണ്. ആ ധൈര്യം കൊടുക്കാൻ നമ്മളെല്ലാവരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക, വേറൊന്നും പറയാനില്ല. ഈ രണസുനയുടെ ഈ കോപ്രായത്തരങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അത് അവിടെ തന്നെ കൊടുത്തുകൊണ്ടിരുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ചെക്കനുണ്ടായി ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, നമ്മളെ മക്കൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ എന്താ വെച്ചാൽ അതൊന്ന് സപ്പോർട്ട് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.